السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ വിവരണത്തിനിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് വിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടതും ആ നിർമ്മാണം പൂർത്തിയാക്കിയതും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ കഅബാലയത്തിന്റെ പുനർനിർമ്മാണങ്ങൾ, പുതുക്കിപ്പണിയലുകൾ ഏതൊക്കെ കാലഘട്ടത്തിൽ നടന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനായി നിയോഗിതനാകുന്നതിന്റെ മുമ്പ് തന്നെ ഖുറൈശികൾ അത് പുതുക്കി പണിതതും അവർക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതേ അസ്ഥിവാരത്തിൽ നിന്നുകൊണ്ട് പണി പൂർത്തീകരിക്കാൻ സാമ്പത്തികമായി കഴിയാതെ ഹിജർ എന്ന് പറയപ്പെടുന്ന ഭാഗം ഒഴിച്ചിട്ടതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ മക്ക ഫതഹിന്റെ ശേഷം, മക്ക ജയിച്ചടക്കിയതിന്റെ ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി. ഖുറൈശികൾക്ക് സമ്പത്ത് തികയായ്മ മൂലം അവർ മാറ്റിവെച്ചിരുന്ന ആ ഭാഗം കൂടി, ചുമരുകൾ, അതിന്റെ ഇടച്ചുമര് മാറ്റി എടുത്തിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇട്ട അതേ അസ്ഥിവാരത്തിൽ അതൊന്ന് പുതുക്കി പണിതാലോ എന്ന ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായി. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിച്ചിട്ടുള്ള, പൂർണ്ണമായി അന്ന് നിർവഹിച്ചിട്ടുള്ള വിശുദ്ധമായ കഅബാലയത്തിന് അന്ന് 2 വാതിലുകൾ ഉണ്ടായിരുന്നു. അത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഉയരത്തിലുമല്ല, നിലത്തു നിന്നും പ്രവേശിക്കാവുന്ന നിലക്കൊരു വാതിലും അപ്പുറത്തേക്ക് പുറത്തു കടക്കാവുന്ന നിലക്ക് മറ്റൊരു വാതിലും, ഇങ്ങനെ 2 വാതിലാണ്, 2 ഡോറുകളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മാണം പൂർത്തിയാക്കിയ വിശുദ്ധ കഅബാലയത്തിന് ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഖുറൈശികളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് 2 മാറ്റങ്ങൾ നമ്മൾ കേട്ടത്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാം പൂർത്തീകരിച്ച ആ ഖവാഇദിൽ, അതല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചു പണിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇടക്ക് ഭാഗത്ത് വെച്ച് ചുമര് കൂട്ടിമുട്ടിച്ച് ബാക്കിയുള്ള സ്ഥലം അവർ ഒഴിച്ചിട്ടല്ലോ, ഒരു മാറ്റം അത്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 വാതിലുകൾ മാറ്റുകയെന്ന് മാത്രമല്ല, അവർ ആ രൂപത്തിലുള്ള വാതിൽ ഉയരത്തിലേക്ക് സ്ഥാപിച്ചു. വിചാരിക്കുന്നവർക്കൊക്കെ കടക്കാൻ കഴിയരുത്, അവരുദ്ദേശിക്കുന്നവരെ കയറ്റണം, അവരുദ്ദേശിക്കുന്നവരെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കണം എന്ന നിലക്ക് ഉയരത്തിലാണ് അവരത് സ്ഥാപിച്ചത്. അങ്ങനെ ഈ മാറ്റങ്ങളൊക്കെ കഅബാലയത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജയിച്ചടക്കിയ ഉടനെ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് സ്ഥാപിതമായിരുന്ന എല്ലാ മാലിന്യങ്ങളെയും നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെയെല്ലാം മാറ്റുകയും അതോടൊപ്പം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഒരു ആശയുണ്ടായിരുന്നു.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ട അതേ അസ്ഥിവാരത്തിലും അതേ രൂപത്തിലും ഈ കഅബയൊന്ന് പുതുക്കി പണിതാൽ എന്താ എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചന നടത്തി സ്വഹാബിമാരുമായി. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നത്, ഇന്ന് നമുക്ക് കാണാൻ കഴിയാവുന്ന ആ ഭാഗം റുക്നുൽ ശാമി, റുക്നുൽ ഇറാഖി, 4 മൂലകളാണല്ലോ വിശുദ്ധ കഅബാലയത്തിനുള്ളത്. ഒന്ന് വിശുദ്ധമായ ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന ആ റുക്ന്, മറ്റൊന്ന് അതിന്റെ നേരെ അപ്പുറത്തുള്ള റുക്നുൽ യമാനി, അതായത് ഹാജിമാര് തവാഫ് ചെയ്യുന്ന വേളയിൽ സാധ്യമായാൽ തടവുവാൻ അവസരം കിട്ടിയെങ്കിൽ തടവൽ സുന്നത്തുള്ള ഏക ഭാഗം. ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ കഅബാലയത്തിൽ സ്പർശിക്കൽ സുന്നത്തുള്ള, അള്ളാഹുവിന്റെ റസൂലിനാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സ്ഥലമാണ് റുക്നുൽ യമാനി എന്നറിയപ്പെടുന്ന ആ മൂല, അതല്ലെങ്കിൽ ആ കോർണർ. അതല്ലാത്ത മറ്റ് 2 മൂലകൾക്കാണ് ഒന്ന് റുക്നുൽ ഇറാഖി, മറ്റൊന്ന് റുക്നുൽ ശാമി എന്നറിയപ്പെടുന്നത്. ആ 2 ഭാഗത്തുള്ള ചുമരുകളും ആ 2 കോർണറുകളും അതിന്റെ ഇടക്കുള്ള ചുമരിലാണല്ലോ ഈ പാത്തി, വെള്ളം വന്ന് വീഴാനുള്ള, മഴയൊക്കെ ഉണ്ടാകുമ്പോ കഅബാലയത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങാനുള്ള പാത്തി, മീസാബ് എന്ന് അറബിയിൽ പ്രയോഗിക്കുന്ന, അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ആ ചുമരിലാണ്. അപ്പൊ ആ ചുമര് നീക്കണം, ആ പാത്തി അവിടെ നിന്ന് പൊളിച്ചെടുക്കണം. അങ്ങനെ വീണ്ടും ഒരു വലിയ പ്രവർത്തനം തന്നെ അവിടെ നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ആഗ്രഹം ഇങ്ങനെ പങ്കുവെക്കാറ് പതിവുണ്ട്. ഒരിക്കൽ അള്ളാന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ, നിന്റെ ജനങ്ങൾ ഇപ്പൊ ഇസ്ലാമിലേക്ക് ജാഹിലിയത്തും വിട്ടിപ്പണ്ട് കടന്നു വന്നൊരു കാലഘട്ടമാണ്. അധികമൊന്നും ആയിട്ടില്ല ഇപ്പൊ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിട്ട്. അതുകൊണ്ട് എന്റെ മനസ്സിലൊരു ഭയം തോന്നുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ ചുമര് ഭാഗം പൊളിച്ച് അവിടെയുള്ള മീസാബ് എടുത്തു മാറ്റി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതേ അസ്ഥിവാരത്തിലേക്ക് അങ്ങ് വികസിപ്പിച്ച് ആ രൂപത്തിലുള്ള ഒരു പണി ഞാൻ എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആ മുകളിൽ കാണുന്ന ഡോർ എടുത്തത് താഴേക്ക് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും കയറാനും ഇറങ്ങാനും ഒക്കെ സ്പെഷ്യൽ ഡോറുകൾ അന്നുണ്ടായിരുന്നത് പോലെ തന്നെ വെക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് തൽക്കാലം വേണ്ടെന്ന് വെക്കുകയാണ്. ഞാനിപ്പോ ആ പണി വേണ്ടാന്ന് വെക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതേ അസ്ഥിവാരത്തിൽ അതേ രൂപത്തിൽ പണി വീണ്ടും നിർമ്മിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിപ്പോഴത് വേണ്ടെന്ന് വെക്കുന്നു. എന്താ കാരണം? ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങും, ഹാദാ മുഹമ്മദ്, കണ്ടില്ലേ മുഹമ്മദ്, അല്ലദീ യദ്ദഈ അന്നഹു യുഅദ്ദിമുൽ ബൈത്ത്. മൂപ്പര് പറയുന്നത് വിശുദ്ധ കഅബാലയത്തെ വലിയ ബഹുമാനമാണെന്നാണ്, കഅബയെ വലിയ ബഹുമാനമാണ്, ആദരവാണെന്നൊക്കെയാണ് മുഹമ്മദ് വാദിക്കുന്നത്. പക്ഷേ കണ്ടില്ലേ, അവ്വലു മാ ഫതഹ മക്ക ഹദമൽ ബൈത്ത്. അധികാരം കിട്ടിയപ്പോഴേക്ക് കഅബ വിളിച്ചില്ലേ? അധികാരം കിട്ടി, ഫതഹ് മക്ക, മക്ക ജയിച്ചടക്കപ്പെട്ടപ്പോഴേക്ക് തന്നെ പണി തുടങ്ങിയില്ലേ, കഅബ പൊളിച്ചില്ലേ എന്ന് വിവരമില്ലാത്ത നിന്റെ ആളുകൾ ഇപ്പൊ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. അവര് ചിലപ്പോ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ പറഞ്ഞേക്കും. അത് ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു? ആ പഴയ രൂപത്തിലേക്ക് തന്നെ വിശുദ്ധ കഅബയെ ഞാൻ മാറ്റുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രല്ല, അവരാ എടുത്ത അതേ രൂപത്തിൽ തന്നെ എടുക്കാൻ സാമ്പത്തികമായി കുറച്ച് കമ്മിയും ഉണ്ട് എന്റെ അടുക്കൽ. പക്ഷെ അതിനേക്കാൾ ഒപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ജനത ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അധികമായിട്ടില്ല. അതുകൊണ്ട് അവർക്കിടയിൽ അതൊരു സംസാരത്തിന് ഇടയാക്കിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ മസ്ലഹത്തിനേക്കാൾ ഒരു മഫ്സദത്ത് അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അഥവാ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു നന്മയേക്കാൾ, ഗുണത്തേക്കാൾ അത് ഞാൻ ചെയ്താൽ അത് മുഖേന ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ നന്മ ഞാൻ തൽക്കാലം മാറ്റിവെക്കുകയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് ഒരു വിധി, ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ഒരു വിധി നിർദ്ധാരണം ചെയ്തെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു തത്വം ഇതിൽ നിന്ന് രൂപീകരിച്ചിട്ടുണ്ട്. ആ തത്വം നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അതെന്താണ്? ദർഉൽ മഫാസിദി മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹി. എന്താ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം?
ഒരു മസ്ലഹത്ത് നമ്മൾ ഒഴിവാക്കലായിരിക്കും ചിലപ്പോൾ നല്ലത്. ആ മസ്ലഹത്ത് ഉദ്ദേശിച്ച് നമ്മളൊരു പ്രവർത്തനം ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഫസാദ് ഈ കിട്ടുന്ന മസ്ലഹത്തിനേക്കാൾ അപ്പുറമാണെങ്കിലോ എങ്കിൽ ആ തൽക്കാല മസ്ലഹത്ത് ചെയ്യാതിരിക്കലാ നല്ലത്. അങ്ങനെ ഒരു തത്വം ഇസ്ലാമിലുണ്ട്. രണ്ട് കാര്യങ്ങൾ. ആ കാര്യം ചെയ്താൽ നല്ല തന്നെയാണ്, പക്ഷെ ആ കാര്യം ചെയ്താൽ അതിനേക്കാൾ വലിയ ഫസാദാണ് ഉണ്ടാവുക എന്ന് വന്നാലോ എങ്കിൽ തൽക്കാലപ്പോ ഈ മസ്ലഹത്തുള്ള കാര്യം ചെയ്യാതിരിക്കലാണ് മസ്ലഹത്ത്, അതാ നല്ലത് എന്ന ഒരു തത്വം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ ആ സംസാരവും ആ ഫിത്നയും ഫസാദും ഒക്കെ ഭയന്നതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് മാറ്റിവെച്ചു. ഇവിടെ നമ്മളാരും തെറ്റിദ്ധരിക്കരുതെന്ത്, ഇസ്ലാമിലെ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ അവിടെ ഫസാദ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് അള്ളാഹിന്റെ റസൂൽ മൂടിവെക്കാൻ, അല്ലെങ്കിൽ നമുക്കങ്ങനെ സമൂഹത്തിന്റെ ഒരു മുമ്പിൽ ഒരു കാര്യം പറഞ്ഞാൽ അവര് നമ്മെ വെറുക്കും, നമ്മിൽ നിന്ന് അകലും എന്നൊക്കെ വിചാരിച്ച് ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ സത്യം പറയാൻ പാടില്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവും മൂടിവെച്ചിട്ടില്ല. ഇവിടെ ഇപ്പൊ എന്താണ്, കഅബ അങ്ങനെ തന്നെ നിന്നാൽ ഒരു പ്രശ്നമല്ല, അങ്ങനെ തന്നെ കഅബ നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരാഗ്രഹം, അതേ പഴയ കാലത്തിന്റെ അവസ്ഥയിലേക്കൊന്ന് മാറ്റിയാ കൊള്ളാന്നൊരാഗ്രഹം. പക്ഷെ ഈ ജനങ്ങൾ അതിന് വളർന്നിട്ടില്ല. ഈ ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കും. അധികാരം കൈ കിട്ടിയപ്പോഴേക്ക് മുഹമ്മദ് കണ്ടോ കഅബമ്മല തൊട്ട് കളിക്കണത്, കഅബമ്മല കൈ വെച്ചത് കണ്ടില്ലേ, പൊളിച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് അത് ഇസ്ലാമിന്റെ പ്രചരണത്തിനെതിരെ ഒരായുധമായി മാറരുതെന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽക്കാലം ആ മസ്ലഹത്ത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ കാലം പിന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 2.5 കൊല്ലം ഭരണം നടത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 10 കൊല്ലത്തോളം ഭരണം നടത്തി. ശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ ഹസൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ഭരണം കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ശേഷം യസീദ് മക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഖലീഫ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു മക്കയിലെ അമീർ. അപ്പോഴേക്ക് കാലം കുറെ പിന്നിട്ടിട്ടുണ്ട്, അഥവാ ഹിജറ 64 ആയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെയും ശേഷം ഖുലഫാഉർ റാഷിദീങ്ങളും ഒക്കെ കഴിഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു മക്കയുടെ അമീറായിക്കൊണ്ട് അധികാരമേറ്റെടുത്തതിന്റെ ശേഷം ഹിജറ 64 ആയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാഗ്രഹം, കഅബ പുതുക്കി പണിയണം, കഅബ പുതുക്കി പണിയണം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാശ. അദ്ദേഹം മുശാവറ വിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് അഭിപ്രായം ചോദിച്ചു, കൂടിയാലോചന നടത്തി. അയ്യുഹന്നാസ്, ജനങ്ങളെ, കഅബാലയത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ അഭിപ്രായം ആരായുകയാണ്, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞാൻ നിങ്ങളോട് 2 കാര്യമാണ് എനിക്ക് ആലോചിക്കാനുള്ളത്. ഒന്ന്, ഞാനത് അതിന്റെ അസ്ഥിവാരത്തോളം പൊളിച്ച് രണ്ടാമത് നിർമ്മിക്കണോ? അതാ എന്റെ അഭിപ്രായം. ഞാൻ അഭിപ്രായപ്പെടുന്നത് അതാണ്. ഇപ്പൊ നിലവിലുള്ളതൊക്കെ പൊളിച്ചിട്ട് വീണ്ടും പുതിയ കെട്ടിടം ഉണ്ടാക്കുക, അതോ അത് നിലനിർത്തിയിട്ട് അതിന്റെ കേടുപാടുകൾ തീർത്തിട്ട് വേറെ ഒരു രൂപത്തിൽ അത് നിർമ്മിക്കണോ? അഥവാ ഇബ്രാഹിം നബി, എന്റെ ആശ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുള്ളതുപോലെ അത് പുനർനിർമ്മിക്കണം. നബി തങ്ങൾ ആഗ്രഹം പറഞ്ഞല്ലോ, അതേപോലെ 2 വാതില്, അസ്ഥിവാരം പഴയത് തന്നെ, ആ രൂപത്തിൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ അതിന്റെ കേടുപാടുകൾ തീർക്കണോ? അപ്പൊ അതിന് ബാധിച്ചിട്ടുള്ള അതിന്റെ ചില്ലറ കേടുപാടുകളൊക്കെ തീർക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനുണ്ട്, ഞാനത് പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, ഖുൽ, പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായം അതങ്ങനെ തന്നെ നിന്നോട്ടെ.
അള്ളാന്റെ റസൂലൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയില്ലേ? അങ്ങനെ തന്നെ നിലനിന്നോട്ടെ. അതിന്റെ കേടുപാടുകളും അതിന്റെ ദൗർബല്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നന്നാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അതാണ് എന്റെ അഭിപ്രായം എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി കൊണ്ട് പറഞ്ഞപ്പോ മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു, അങ്ങനെ തന്നെ നിലനിന്നോട്ടെ. കാരണം നമ്മളൊക്കെ മുസ്ലിമീങ്ങളായപ്പോ കണ്ട കഅബ അങ്ങനെയല്ലേ? ഇവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരുമായ മുൻഗാമികളായ ആളുകളൊക്കെ, സഹാബിമാരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവരൊക്കെ കണ്ട കഅബയല്ലേ അത്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളായ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട അതേ കല്ലല്ലേ അത്? മാറ്റണ്ട. മാത്രല്ല അള്ളാന്റെ റസൂല് നിയോഗിതനാകുമ്പോ ആ കഅബയല്ലേ ഉള്ളത്? അത് അള്ളാന്റെ റസൂൽ ഇപ്പൊ അങ്ങനെ തന്നെ നിലനിർത്തും ചെയ്തില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ടായെങ്കിലും അതങ്ങനെ നിലനിർത്തും ചെയ്തില്ല. അതുകൊണ്ട് അതായിരിക്കും നല്ലത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഒരാളുടെ വീട് കത്തിപ്പോയാൽ നിങ്ങളത് അതിന്റെ മറ്റു വർക്കുകളൊക്കെ ഇങ്ങനെ നന്നാക്കലാണോ അതോ പുതുക്കിയെടുക്കലാണോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് നമ്മളൊക്കെ വീടിന് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും പുതുക്കി നല്ല ഉഷാറിലെടുക്കാൻ തന്നെയല്ലേ ആഗ്രഹിക്കുക. അതുകൊണ്ട് അള്ളാന്റെ വീട്, നമ്മുടെ റബ്ബിന്റെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ വീട് ആ അവസ്ഥയിലാകുന്നതിനേക്കാൾ അതല്ലേ നല്ലത്? അതുകൊണ്ട് ഇന്നി മുസ്തഖീറുൻ റബ്ബി സലാസൻ, ഞാൻ എന്റെ റബ്ബിനോട് 3 തവണ അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ കാര്യം തീരുമാനെടുത്തിട്ടുണ്ട്. ഞാൻ തീരുമാനെടുക്കാൻ പോവാണ്. 3 ദിവസം പിന്നിട്ടപ്പോ അദ്ദേഹം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അത് പൊളിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ളതുപോലെ തന്നെ നിർമ്മിക്കണം എന്നതാണ്. ഞാൻ ആ തീരുമാനം നിങ്ങളെ അറിയിക്കുന്നു. ആളുകൾക്കൊക്കെ പേടിയായി, എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ ഒരാൾ കയറി ഒരു കല്ലെടുത്തു മാറ്റി, ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ടപ്പോ എല്ലാവരും കൂടെ പിന്നെ പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടെ പണി നടക്കുമ്പോ 4 ഭാഗത്ത് ഒരു കർട്ടൻ കെട്ടി, പണി പൂർത്തിയായിട്ടല്ലാതെ അത് എടുത്തില്ല. അങ്ങനെ ആ പണി അങ്ങ് പൂർത്തിയാക്കി. ഏതുപോലെ പൂർത്തിയാക്കി? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ കഅബയങ്ങ് പുതുക്കി പണിതു. ഹിജ്റ 64 സമ്പൂർണമായി ആ നിലക്ക് പുതുക്കി പണിതു. അദ്ദേഹം പറയുകയും ചെയ്തു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി തങ്ങൾ ആയിഷ ഉമ്മ ബീവിയോട് പറയാറുണ്ടായിരുന്നു, നിന്റെ ജനങ്ങൾ കുഫറിൽ നിന്ന് അടുത്തിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ടാ ഞാൻ അത് ചെയ്യാത്തത്. അതുപോലെ എന്റെ അടുക്കൽ അത് പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല, അതുകൊണ്ടാ ഞാൻ അത് ചെയ്യാത്തത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതുപോലെ തന്നെ 2 വാതിലുകൾ വേണമെന്നും, പ്രവേശിക്കാനും പുറത്തു കിടക്കാനും 2 വാതിലുകൾ വേണമെന്നും ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഭയപ്പെട്ട പ്രയാസങ്ങളും അതിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളുമൊന്നും ഇന്നില്ല. ഫഅനൽ യൗമ അജിദു മാ ഉൻഫിഖു വലസ്തു അഖാഫുൻ നാസ്, ഇന്നത് ചെലവഴിക്കാനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. ജനങ്ങളെ ഭയപ്പെടേണ്ടുന്ന ആവശ്യവും ഇന്നില്ല. ജനങ്ങളൊക്കെ ഇസ്ലാം അവരുടെ ഖൽബിൽ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ ഹിജ്റിന്റെ ഭാഗത്ത് നിന്ന് 5 മുഴം, മുഴുവനല്ല, നീ കാണുന്ന നിലക്കുള്ള ഒരു 5 മുഴം അതിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് ഇടച്ചുമര് മാറ്റി കഅബയൊന്നാണ് പുതുക്കി പണിതു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ അതേ രൂപത്തിൽ 2 വാതിലുകൾ, ഒന്ന് പ്രവേശിക്കാനും ഒന്ന് പുറത്തു കിടക്കാനും, അത് തന്നെ ഉയരത്തിലല്ലാതെ നേരെ നിലത്ത് നിന്ന് കയറാവുന്ന നിലക്കും ഒക്കെയാക്കി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കഅബ പുനർനിർമ്മിക്കപ്പെട്ടു. ഹിജ്റ 64. അങ്ങനെ പിന്നീട് കുഴപ്പങ്ങൾ മൂർച്ഛിക്കാണ്. ഹിജ്റ 73 മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. മക്കയുടെ ഭരണാധികാരിയായിരുന്ന മഹാനവറുകൾ കൊല്ലപ്പെട്ടതിന്റെ ശേഷം അധികാരം കൈയാളിയത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന ഭരണാധികാരി.
അദ്ദേഹം മക്കയുടെ ഭരണം ഏറ്റെടുത്തപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അതൊന്നും ശരിയാവില്ല എന്നുണ്ട്. കഅബ നബിന്റെ കാലത്തുള്ള അതേപോലെ തന്നെ വേണമെന്നതൊക്കെ പൊളിച്ച് പിന്നെയും പഴയ പോലെ തന്നെ ആക്കി. പഴയ കോലത്തിൽ തന്നെ പിന്നെയും മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായിരുന്ന അതേപോലെ തന്നെ അങ്ങോട്ട് മാറ്റി. വാതിൽ ഉയരത്തിലാക്കി, ഒറ്റ വാതിലാക്കി. ഹിജ്ർ എന്ന് പറയുന്ന ഭാഗം അങ്ങനെ തന്നെ ഒഴിച്ചു. പിന്നീട് അദ്ദേഹം ഹജ്ജാജിന്റെയും കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടപ്പോ മഹ്ദി എന്ന് പറയുന്ന ഖലീഫയുടെ കാലത്ത് ഹാറൂൺ റഷീദ് ഒക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. മാലിക് ഇബ്നു അനസ് മാലിക്കി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന, മദീനയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന, ലോകത്തെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പഴക്കം ചെന്ന അൽ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് കൂടിയാലോചിച്ചു. ഗവർണർ എന്ത് ചെയ്യണം? ഇത് മാറ്റിയിട്ട് വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കിയാലോ? അപ്പൊ എത്ര മാറ്റങ്ങളാ വരുത്തുന്നത്? ഓരോരുത്തർ വരിക, പൊളിക്കുക, മാറ്റുക, വരുത്തുക. മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അഭിപ്രായപ്പെടുന്നത് ഇനി നിങ്ങളത് ചെയ്യല്ല, ഇനി നിങ്ങൾ ഈ കഅബ തൊട്ടുകൊണ്ട് കളിക്കല്ല. അതിപ്പോൾ എങ്ങനെയാണോ നിലനിൽക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഭരണാധികാരി ചോദിച്ചു പണ്ഡിതനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട്, ലിമ, എന്തുകൊണ്ടാ നിങ്ങൾ ആ അഭിപ്രായം പറയുന്നത്? ഇനി തുടണ്ടെന്നും മാറ്റണ്ടെന്നും എന്തിനാ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറയുകയാണ്, അഖ്ശാ അൻ യത്തഖിദഹുൽ മുലൂകു ലുഅബാ ഹാദാ യഹ്ദിമു വഹാദാ യബ്നി ഫതദ്ഹബു ഹൈബത്തുൽ ബൈതി മിൻ ഖുലൂബിൻ നാസ്. ദീർഘവീക്ഷണത്തോടെ മഹാനവറുകൾ പറയുകയാണ്, ഈ കഅബമ്മൽ നിങ്ങൾ ഇങ്ങനെ ഭരണം മാറുന്നതിനനുസരിച്ച്, ഭരണാധികാരികളുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഒരാൾ മാറ്റുന്നു, അത് മറ്റേയാൾക്ക് വെറുക്കുന്നു, അയാൾ വീണ്ടും മാറ്റുന്നു, വീണ്ടും മാറ്റി മാറ്റി ഇങ്ങനെ കളി തുടങ്ങിയാൽ ഞാൻ ഭയപ്പെടുന്നു ജനങ്ങളെ. ഭരണാധികാരിയോട് അദ്ദേഹം പറയുകയാണ്, അഖ്ശാ, ഞാൻ ഭയപ്പെടുന്നു അന്നത്തഖിദഹുൽ മുലൂകുൽ ഉബാ, ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന രാജാക്കന്മാർക്കൊക്കെ ഈ കഅബ ഒരു കളിപ്പാവയായി മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഒരാളുണ്ടാക്കിയത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല, അയാൾ പൊളിക്കും, അയാൾ നിർമ്മിച്ചത് അടുത്ത ഭരണാധികാരി പൊളിക്കും, അങ്ങനെ അങ്ങനെ ഒരാൾ ഉണ്ടാക്കുന്നു, മറ്റൊരാൾ പൊളിക്കുന്നു. ഫതദ്ഹബു ഹൈബത്തുൽ ബൈത്ത്, ഈ ഭവനത്തിന് ലോക മുസ്ലിമീങ്ങളുടെ ഖൽബിൽ ഒരു ഭയമുണ്ട്. വിശുദ്ധ കഅബ എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമീങ്ങളുടെ ഖൽബിൽ അതിനോടൊരു ആദരവുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അതിനോടൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം ജനഹൃദയങ്ങളിൽ നിന്ന് പോകാൻ ഇങ്ങനെ അധികാരം മാറുന്നതിനനുസരിച്ച് പൊളിക്കുകയും നിർമ്മിക്കുകയും ചെയ്താൽ കഅബക്ക് ജനങ്ങളുടെ മനസ്സിലുള്ള വിലയും അതിന്റെ വീര്യവും അതിന്റെ മൂല്യവും അതിനോടുള്ള ആദരവും അതിനോടുള്ള ബഹുമാനവും കളഞ്ഞു കുളിക്കാൻ ഇടവരും എന്നുള്ളത് കൊണ്ട് ഇനി നിങ്ങളെ പണിക്ക് പോകാതെ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് അഭിപ്രായം പറയാനുള്ളതെന്ന് അതേ ചിന്തയുള്ള മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ ഭരണാധികാരിയോട് വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിന് അത് ബോധിച്ചു നന്നായി. ആ ഭരണാധികാരിക്ക് അത് ബോധിച്ചു വളരെ കൃത്യമായി. പണ്ഡിതൻ അത് പറഞ്ഞപ്പോ അതിന്റെ വശം അദ്ദേഹം അപ്പോഴാ ചിന്തിക്കുന്നത്. ചരിത്രത്തിൽ കാണാം, ഫത്തുരിക ഇലാ യൗമിനാ ഹാദാ, ഇന്ന് വരെ കഅബ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അതിമ തൊട്ടിങ്ങനെ കളിച്ചിട്ടില്ല. അതിന് അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ തുടക്കം വൃത്തിയാക്കും, മാറ്റും, അങ്ങനെ പല രൂപത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യും എന്നതല്ലാതെ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ ഈ രണ്ട് രൂപത്തിലുള്ള 2-3 നിലക്കുള്ള മാറ്റങ്ങൾ അതിനുണ്ടായിട്ടുണ്ട്. ഇനി അത് ഒന്നാകെ പൊളിച്ചു നീക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ലോകത്ത് കഅബ ആവശ്യമില്ലാത്തൊരു കാലഘട്ടം വരും. കഅബയും വേണ്ട, ഹജ്ജും വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു കുട്ടി പോലും ലോകത്ത് ബാക്കിയില്ലാത്തൊരു കാലം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖർരിബുൽ കഅബ, കഅബ പൊളിച്ച് തകർത്തെറിയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅന്നി അൻദുറു ഇലൈഹി, ആ കഅബ പൊളിക്കാൻ വരുന്ന വികൃതിയെ ഞാനിപ്പോ ഇങ്ങനെ കാണുന്നത് പോലെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഞാനിപ്പോൾ അയാളെങ്ങനെ നോക്കുന്നത് പോലെ എന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ആ വരുന്നവന്റെ രൂപം പറഞ്ഞു, അബ്സീനിയായിൽ നിന്നുള്ള അഥവാ ഹബ്ശ വിഭാഗത്തിൽ നിന്നുള്ള എന്നറിയപ്പെടുന്ന അഥവാ അവന്റെ 2 കണങ്കാലുകളും കുറിയ കണങ്കാല്, കൊച്ചു കണങ്കാലുകളായിരിക്കും. റിപ്പോർട്ടിൽ കാണാം അസ്വദ, അവൻ കറുത്തവനായിരിക്കും. അഫ്ഹജ, അവന്റെ കാലിന്റെ തൊട, 2 കാലിന്റെ തൊടയും തമ്മിൽ ഭയങ്കര അകലായിരിക്കും. നടക്കുമ്പോ തന്നെ ഒരു പ്രത്യേക വികൃത രൂപമായിരിക്കും. കാലിന്റെ തൊട തമ്മിൽ കൂട്ടിമുട്ടൂല, ഒരുപാട് ദൂരം. മാത്രല്ല കാൽമുട്ടിന്റെ താഴെ കണങ്കാലാണെങ്കിൽ കൊച്ചു കാലുകളും. അങ്ങനത്തെ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മനുഷ്യൻ കുറിയ കാലുകളോടുകൂടിയുള്ള കറുത്തവനായ ആ മനുഷ്യൻ വന്നിട്ട് ഈ വിശുദ്ധ കഅബാലയത്തിന്റെ ഓരോ കല്ലുകളും പൊളിച്ചെറിയുന്നതായി ഞാൻ ഇങ്ങനെ നോക്കി കാണുന്നത് പോലെയുണ്ട് സഹാബിമാരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അത്രയും വൃത്തികെട്ടൊരു ലോകമായിരിക്കും അന്ന്. ലാ തുദ്രികു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്, ഈ ലോകത്തുള്ള ഏറ്റവും വൃത്തികെട്ട ആളുകളുള്ള കാലത്തല്ലാതെ അന്ത്യനാൾ സംഭവിക്കൂല. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാളും അവിടെ ഉണ്ടാവില്ല. അത് കഅബ പൊളിക്കപ്പെടും. അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ വന്ന് മഹാനവറുകളുടെ ശേഷം ദജ്ജാലിനെയൊക്കെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആഗമനത്തിന്റെ ശേഷം ദജ്ജാലിനെയൊക്കെ വധിച്ച് അതിന്റെയൊക്കെ ശേഷമായിരിക്കും ഇതുണ്ടാവുക എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും ഈ വിഷയത്തിൽ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വിശുദ്ധ കഅബാലയത്തിന് അന്ത്യകാലത്ത് വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കഅബ നിർമ്മാണവുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബന്ധം അതിൽ നിന്നാണ് അതിന്റെ ഇന്ന് വരെയുള്ള അവസ്ഥയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വിവരണം നീണ്ടുപോയത്. ഇനി സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും പേരിൽ മുശ്രിക്കുകൾ ഏറ്റവും വലിയ കള്ളമാണ് ആരോപിച്ചത്. ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹിന്റെ സന്ദർഭത്തിൽ ഹിജ്റ 8-ാമത്തെ വർഷം കഅബക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അള്ളാന്റെ റസൂലിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചുപോയി. കഅബയുടെ ചുവരുകളിലൊക്കെ പല രൂപത്തിലുള്ള ചിത്രങ്ങളും പലതും അവർ കൊത്തിവെച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മായ്ക്കാവുന്നതൊക്കെ മായ്ച്ചു കളഞ്ഞു. അവസാനം നോക്കുമ്പോ കഅബക്കകത്ത് തന്നെ പ്രതിമകൾ എമ്പാടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞ വതഖിർ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്, തവാഫ് ചെയ്യുന്നവർക്കും നിസ്കരിക്കുന്നവർക്കും റുകൂഅ് ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടി എന്റെ ഭവനത്തെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മോനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും കരങ്ങളാൽ പരിശുദ്ധപ്പെടുത്തിയ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് അതേ മഹാന്മാരായ 2 പ്രവാചകന്മാരോട് സ്നേഹമാണ്, ബഹുമാനമാണ്. അവരുടെ പാരമ്പര്യത്തിൽ ഞങ്ങളാണെന്ന് അവകാശപ്പെട്ട ഖുറൈശി മുശ്രിക്കുകൾ ഇവരുടെ 2 ആളുടെ തന്നെയും വിഗ്രഹം കഅബത്തിന്റെ അകത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. വിധങ്ങൾ കഅബാലയത്തിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ ഈ 2 വിഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇബ്രാഹിമിന്റെ പേരിലും ഇസ്മായിലിന്റെ പേരിലുമുള്ള ബിംബങ്ങൾ വെറുതെ നിൽക്കല്ല. അവരുടെ 2 ആളുടെയും കൈകളിൽ ഓരോ അമ്പുറകളുണ്ട്. കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഉറ, അമ്പുകൾ നിക്ഷേപിക്കുന്ന ഉറ, അമ്പുറ. അതിൽ അസ്ലാമുകൾ തിരികെ വെച്ചിട്ടുണ്ട്. 2 ആളുടെയും കൈകളിൽ അസ്ലാമുകൾ തിരികെ വെച്ചിട്ടുണ്ട്. എന്താ അസ്ലാം? അല്ലാഹു നിഷിദ്ധമാക്കിയ സംഗതിയാണ് അസ്ലാം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും വളരെ കൃത്യമായി അല്ലാഹു തആല നിഷിദ്ധമാക്കിയ സംഗതി മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠകൾ, ബലിപീഠങ്ങൾ, ബലിക്കല്ലുകൾ. വല്ലസ്ലാം റിജ്സുൻ, അത് മാലിന്യമാണ്, മ്ലേച്ഛമാണ്. അതൊക്കെ അതിന്റെ കൂട്ടത്തിലാണ് എണ്ണിയത് അസ്ലാം, അമ്പുകോലുകൾ.
സാധാരണഗതിയിൽ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന അമ്പിന് ഒരു ഭാഗത്ത് നല്ല മൂർച്ചയുള്ള കൂർത്ത മുനയുണ്ടാകും, ബാക്ക് ഭാഗത്ത് രൂക്ഷമായി കൃത്യമായി അതിന്റെ പോക്ക് വളരെ സ്പീഡിലാകാൻ വേണ്ടി, കാറ്റിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അതിന്റെ പിൻഭാഗത്ത് തൂവലും ഘടിപ്പിച്ചിരിക്കും. അങ്ങനെയായിരുന്നു അമ്പിന്റെ രൂപം. പക്ഷേ അസ്ലാമുകളായി അറിയപ്പെടുന്ന അമ്പിന് മുൻഭാഗത്ത് കൂർത്ത മുനയുണ്ടാവില്ല, ബാക്കിൽ തൂവലും ഇല്ല, വെറും ഒരു അമ്പ് കൊള്ളി. അതിൽ ഒന്നിൽ ഇഫ്അൽ എന്ന് എഴുതി വെക്കും, മറ്റൊന്നിൽ ലാ തഫ്അൽ എന്ന് എഴുതി വെക്കും, മറ്റൊന്നിൽ സിഫർ 0 ഇടും, ഒന്നും വേണ്ട. എന്നിട്ട് ഇവരുടെ പതിവെന്താണ്? ഖുറൈശി മുശ്രിക്കുകളുടെ പതിവെന്താണ്? ഒരു സഫർ യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ, ഒരു ബിസിനസ്സിന് തുടക്കം കുറിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു വീട് നിർമ്മാണത്തിന് ഉദ്ദേശിച്ചാൽ, ഒരു വിവാഹത്തിന് ഉദ്ദേശിച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശിക്കുമ്പോൾ തനിക്ക് ഈ വിഷയത്തിൽ ഏർപ്പെടാൻ പോകുന്ന കാര്യത്തിൽ ശകുനമാണോ ശകുനപ്പിഴയാണോ ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്നറിയാൻ അവര് വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തേക്ക് കയറിയിട്ട് കണ്ണും പൂട്ടിയിട്ട് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും കൈകളിൽ, ആ വിഗ്രഹങ്ങളുടെ കൈകളിൽ അവര് തന്നെ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള അമ്പുറയിൽ നിന്ന് ഒരമ്പങ്ങ് വലിച്ചു ഊരിയെടുത്തിട്ട് അവര് വായിച്ചു നോക്കും. എന്തായാലും എഴുതിയിട്ടുള്ളത് ഇഫ്അൽ എന്നാണോ? എന്നാൽ യാത്രയും ഉദ്ദിഷ്ട കാര്യവും ശുഭകരം, വിജയിക്കും. ലാ തഫ്അൽ എന്നാണോ? വേണ്ട, അരുത്, ചെയ്യരുത്, പാടില്ല. ഒന്നുമില്ലാത്ത, ഒന്നും എഴുതാത്ത 0 ആണ് കിട്ടിയത്, വീണ്ടും എടുക്കും. അവര് വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തേക്ക് കയറിയിട്ട് കണ്ണും പൂട്ടിയിട്ട് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും കൈകളിൽ, ആ വിഗ്രഹങ്ങളുടെ കൈകളിൽ അവര് തന്നെ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള അമ്പുറയിൽ നിന്ന് ഒരമ്പങ്ങ് വലിച്ചു ഊരിയെടുത്തിട്ട് അവര് വായിച്ചു നോക്കും. എന്തായാലും എഴുതിയിട്ടുള്ളത് ഇഫ്അൽ എന്നാണോ? എന്നാൽ യാത്രയും ഉദ്ദിഷ്ട കാര്യവും ശുഭകരം, വിജയിക്കും. ലാ തഫ്അൽ എന്നാണോ? വേണ്ട, അരുത്, ചെയ്യരുത്, പാടില്ല. ഒന്നുമില്ലാത്ത, ഒന്നും എഴുതാത്ത 0 ആണ് കിട്ടിയത്, വീണ്ടും എടുക്കും, വീണ്ടും എടുക്കും. ശരിയായിട്ടില്ല, ഒന്നും കൂടി എടുക്കും. ഇങ്ങനെ രണ്ടിലേതെങ്കിലും ഒരു തീരുമാനം കിട്ടുമ്പോഴും ഇബ്രാഹിം നബിയോടുള്ള അവരുടെ മഹബത്തായി പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും സ്നേഹമല്ല എന്ന് പറയാൻ കാരണം എന്താ? കണ്ടില്ലേ, ഞങ്ങൾക്ക് ആ സ്നേഹം, ഞങ്ങളല്ലേ ബിംബം വെച്ചത്. മുഹമ്മദ് പറയുന്നത് പാടില്ല എന്നാ പറയുന്നത്. മനസ്സിലാക്കണം, നമ്മൾ ലോകത്ത് എപ്പോഴും അവകാശവാദക്കാര് പലരും ഉണ്ടാകാറുണ്ട്. ഞങ്ങളാണ് അതിന്റെ ആൾക്കാർ, ഞങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബത്തും സ്നേഹവും ഞങ്ങൾക്കാണെന്ന് ചിലര് പറയും, വേറെ ചിലർ പറയും നിങ്ങൾക്കല്ല ഞങ്ങൾക്കാണ്. സ്നേഹം ഉണ്ട് എന്ന് പറയാൻ അവർ കാരണം പറയാൻ എന്താണ്? ഞങ്ങളാണ് അള്ളാന്റെ റസൂലിന്റെ മീലാദ് കഴിച്ച് നബി തങ്ങളെ വിളിച്ചു ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നബിന്റെ മധുവൊക്കെ ഞങ്ങളാ ചെല്ലുന്നത്. ഞങ്ങൾ നബിയോട് പറയേണ്ട, നബിയെ ഞങ്ങൾക്ക് രോഗം ശിഫയാക്കി തരണയൊക്കെ അള്ളാന്റെ റസൂലിനെ ഇതിനൊക്കെ കഴിയും. അള്ളാന്റെ റസൂൽ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സ്നേഹം കൊണ്ടാണ് അവർ പറയും. സഹോദരാ, നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് അള്ളാഹുവിനോടല്ലാതെ സഹായം തേടാൻ, പ്രാർത്ഥിക്കാൻ നമ്മോട് പഠിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥമായി അവിടുത്തോടുള്ള മഹബത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതെന്ന് വേറൊരു കൂട്ടരും പറയുമ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഏതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മാനദണ്ഡം കൊണ്ട് നമ്മൾ മാറ്റുരക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, 3 കൂട്ടർ അവകാശവാദം ഉന്നയിച്ചില്ല. യഹൂദി, നസറാനി, മുശ്രിക്കുകൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല 3 കൂട്ടരുടെ അവകാശവാദവും ഒരൊറ്റ വചനത്തിലൂടെ തള്ളിക്കളയും. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസറാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. 3 കൂട്ടരുടെ അഭിപ്രായത്തെയും തള്ളിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് വാസ്തവത്തിൽ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഊഹു ഹാദൻ നബിയ്യു വല്ലദീന ആമനൂ മഅഹു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നബിക്കും ഈ നബിയെ പിൻപറ്റിയ ആളുകൾക്കും മാത്രമേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിന്തുടർച്ചാവകാശവും പാരമ്പര്യവും ആദർശ പാരമ്പര്യവും ഒക്കെ അവകാശപ്പെടാൻ ആ അവകാശമുള്ളൂ, അർഹതയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങ് പറഞ്ഞു. അവിടെ എന്താണ് ആ പാരമ്പര്യവാദക്കാരോട് ഇസ്ലാം മാനദണ്ഡമായി പഠിപ്പിച്ചതെന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഏതൊരു നബിയോട്, ഏതൊരു വ്യക്തിയോട് ഞാനാണ് ആ നബിയുടെ ആളെന്ന് പറയുമ്പോഴും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പഠിപ്പിച്ച ആശയങ്ങളിൽ ഇന്ന് ആരാണ് നിലനിൽക്കുന്നതെങ്കിൽ അവർക്കേ ആ മഹാനായ നബിയുടെ പാരമ്പര്യവും പിന്തുടർച്ചാവകാശവും ശരിയായ നിലക്ക് നീതിപൂർവമായി അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബാപ്പന്റെ 2 മക്കൾ, ഒരു ബാപ്പയുടെ 2 മക്കൾ. ഒരു മകൻ അങ്ങാടിയിൽ നിന്ന് ബാപ്പാന്റെ മധുരം നല്ലോണം പറയും. എന്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബാപ്പയാണ്, ഇങ്ങനത്തെ ബാപ്പ, എനിക്ക് എന്തോ ഒരു സ്നേഹമാണ്, വളരെ സ്നേഹമാണ്, നല്ല ബഹുമാനാണ്. രണ്ടാമത്തെ മോനും ഇതുപോലെ തന്നെ പറയും ആളുകളോട്, എനിക്കും നല്ല ബഹുമാനാണ്, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ജീവനാണ്, ഞാൻ അത്രയും സ്നേഹിക്കുന്നു എൻ്റെ ഉപ്പാനെ ഉമ്മാനെ എന്നൊക്കെ 2 മക്കളും ആളുകളോട് പറയും. പക്ഷെ ഒരു മകൻ പുറത്തേതുള്ളൂ, വീട്ടിൽ ചെന്ന ഉമ്മയും ഉപ്പയും പറഞ്ഞ് തിരിഞ്ഞു നോക്കൂല. അവസരം കിട്ടിയ തല്ലും, ചീത്ത വിളിക്കും, തെറി വിളിക്കും. മറ്റേ മോൻ വളരെ അനുസരണയോടെ ഉമ്മയും ബാപ്പയും പറഞ്ഞതുപോലെ വീട്ടിലും ജീവിക്കും. പുറത്തേക്ക് 2 ആളും ഇത് പറയുന്നുണ്ട്. ഇതിലേതാ ശരി? ഒറിജിനൽ സ്നേഹം ഏതാണ്? ഒറിജിനൽ പിൻപറ്റിയവർ ആരാണ്? അള്ളാഹുവിനെ നീ സ്നേഹിക്കുന്നുവോ എങ്കിൽ അല്ല പറഞ്ഞത് നീ കേൾക്കണ്ടേനാണ് ഒരു കവി വളരെ ഗൗരവത്തോടെ ചോദിച്ചത്. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, എന്നിട്ടോ നീ അള്ളാഹിനെ ഇഷ്ടമാണെന്ന് പുറത്തേക്ക് പറയുകയും ചെയ്യുന്നു. ഇത് വല്ലാത്തൊരു വിരോധാഭാസമല്ലേ? നീ ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ നിനക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ ആ അള്ളാഹിന്റെ കൽപ്പന നിന്റെ ജീവിതത്തിൽ നീ പാലിക്കുകയില്ലേ? റബ്ബിന്റെ കൽപ്പനയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മതിച്ചിട്ട് അള്ള പറഞ്ഞതുപോലെ ജീവിക്കാതെ കണ്ട് അള്ളയോട് എനിക്ക് ഇഷ്ടമാണെന്ന് നീ പറയുന്നുവെങ്കിൽ അതെന്തൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം തെളിയിക്കേണ്ടത് കർമ്മങ്ങളിലൂടെയാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയേ പറയൂ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബിയായ ആ അല്ലാഹ് ഈ ലോകത്തിലേക്ക് മാർഗദർശനം പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള നബിയായ എന്നെ നിങ്ങൾ പിൻപറ്റണേ. എങ്കിൽ മാത്രമേ യുഹ്ബിബുകുമുല്ലാഹ് അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുകയും ചെയ്യണമെങ്കിൽ നബിയായ എന്നെ നിങ്ങൾ പിൻപറ്റണേ എന്ന് പ്രഖ്യാപിക്കൂ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിച്ച് അവിടുന്ന് പ്രഖ്യാപിച്ചു. ശുദ്ധ ഖുർആൻ 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആല ഇംറാനിൽ വളരെ കൃത്യമായി അല്ലാഹു ഇത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള സ്നേഹം, ഇസ്മായിലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടാണ് മുശ്രിക്കുകൾ ഈ പണി ചെയ്തത്. പക്ഷെ ചെയ്തതെന്താ? ഇബ്രാഹിം നബി ഏതൊരു വിഷയത്തിൽ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടോ അതേ കാര്യം തന്നെ ഇബ്രാഹിം നബിയുടെ പേര് തന്നെയാണ് ചെയ്താലോ. ബദരീങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാവൂ, റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബദരീങ്ങൾ ഉണ്ടായത്. ആ ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങളെ അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ? അതേപോലെയുള്ള വിരോധാഭാസമാണ് വന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കലും ബിംബം വെച്ചിട്ടില്ല. മഹാനവറുകൾ ഒരിക്കലും അമ്പുകോല് കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് പിടഞ്ഞുപോയി, വേദനിച്ചു പോയി. ആദർശ രംഗത്ത് ഇത്രത്തോളം ത്യാഗം സഹിച്ച മഹാനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ കരങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട് ആ പ്രവാചകന്റെ കരങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട ഭവനത്തിനകത്ത് അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത സംഗതി മഹാനവറുകളുടെയും മകന്റെയും പേരിൽ തന്നെ അവര് നാട്ടിവെച്ചത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ള കുറുവടി കൊണ്ട് അവയെല്ലാം കുത്തിയിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുകയാണ്, ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ.
സത്യം പുലർന്നു കഴിഞ്ഞു, അസത്യം തകർന്ന് തരിപ്പണമായി. അസത്യം എന്നും തകർന്ന് തരിപ്പണമാകേണ്ടത് തന്നെയാണ്. നിലനിൽക്കാനുള്ള അവകാശം ഹക്കിന് മാത്രമാണ്, ബാത്തിലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്ന ആശയം വരുന്ന ആയത്തോതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ അകത്തുള്ള ഈ വിഗ്രഹങ്ങളെ മുറിച്ച് കൊത്തി നുറുക്കിയിട്ട് പുറത്തേക്ക് എറിഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, കണ്ടില്ലേ ഈ ജനത ചെയ്തിട്ടുള്ളത്? രണ്ടാളുടെയും കൈകളിൽ അമ്പുറ കൊടുത്തിട്ട് അമ്പുകോല് വെച്ചു കൊടുത്തത് കണ്ടില്ലേ? എന്നിട്ട് സഹാബിമാരോട് അല്ലാഹുവിന്റെ റസൂല് അവര് കേൾക്കേ അവിടുത്തെ രോഷം പ്രകടിപ്പിക്കുകയാണ്. ഖാത്തലഹുമുല്ലാഹ്, ഈ പണി ചെയ്തവരെ അല്ലാഹു തകർത്ത് കളയട്ടെ. ഈ മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ ഈ കടുങ്കൈ ചെയ്തവരെ അല്ലാഹു തകർക്കട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. മാത്രല്ല എന്താ അവിടുന്ന് പറഞ്ഞു? വല്ലാഹി വല്ലാഹി ഇൻ യസ്തഖ്സിമാ ബിൽ അസ്ലാമി ഖത്തു, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരൊന്നും ഈ പണി ചെയ്തിട്ടില്ല. അവരൊന്നും ഈ ഭാഗ്യപരീക്ഷണത്തിന് അമ്പ് ഉപയോഗപ്പെടുത്തിയിട്ടില്ല, ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് അവരത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നും പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ ശക്തമായി സഹാബത്തിനെ ബോധവൽക്കരിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നുമില്ലേ സഹോദരങ്ങളെ, ഭാഗ്യവും നിർഭാഗ്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കോയിൻ എറിയുന്ന ആളുകൾ, ഇത് വേണോ വേണ്ടേ തീരുമാനിക്കാൻ കോയിൻ എറിയുന്നവര്. പണ്ട് കാലത്ത് വേറൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷിയെ കയ്യിൽ പിടിച്ചിട്ട് പറക്കാൻ പറപ്പിക്കും. വലത്തോട്ട് പറന്നാൽ ശകുനപ്പഴയൊന്നുമില്ല, വിജയമാണ്. ഇടത്തോട്ട് പറന്നാൽ മോശമാണ്. ഇസ്ലാം പഠിപ്പിച്ച തവക്കുലിന് വിരുദ്ധമായിട്ട് അന്നും ഉണ്ടായിരുന്നു. ആ രൂപത്തിലുള്ള തയ്യറത്ത് ഇസ്ലാം നിരോധിച്ചു. അത് പാടില്ല, ശിർക്കാണെന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ചില പക്ഷികളുടെ ശബ്ദങ്ങൾ, അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം തന്റെ ഖൈറിന്റെയും ശർറിന്റെയും മാനദണ്ഡമാക്കിയ ഒരു കാലഘട്ടം ആ ജാഹിലിയത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, കുറ്റിച്ചൂളാനില്ല. അങ്ങനെ ഒരു കുറ്റിച്ചൂളാന്റെ കൂവല് മുഖേന നിന്റെ മരണം തീരുമാനിക്കുന്ന സമ്പ്രദായമില്ല. ജാഹിലിയത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ കുറ്റിച്ചൂളാനെന്ന് ചില ഭാഗത്തും മൂങ്ങ എന്ന് ചിലയിടത്തും ഒക്കെ പറയുന്ന പക്ഷിയുണ്ടല്ലോ, ആ പക്ഷി ഇങ്ങനെ രാത്രിയിൽ അവനവന്റെ വീട്ടിന്റെ പരിസരത്ത് വന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കിയാൽ ജാഹിലിയ കാലത്തെ വിശ്വാസമായിരുന്നു. അതേ ഒരു മരണവാർത്ത കേൾക്കാനിരിക്കുന്നു, ബന്ധപ്പെട്ട സ്ഥലത്ത് വെച്ച് അടുത്ത ദിവസം തന്നെ മരണം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ കൂമന്റെ മുകളില് ആ പക്ഷിയുടെ അതിന്റെ ഇണയെ ആകർഷിക്കാൻ അത് മൂളിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ആ സ്വരം പുറപ്പെടുവിക്കുന്നത് ശർറിന്റെ മാനദണ്ഡമായി പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ അത് എതിർത്തതാണ്. ആ ജാഹിലിയത്ത് ഇന്നും ഈ സമുദായത്തിൽ നിലനിൽക്കുകയാണ്. നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഇങ്ങനെ രാത്രികാലങ്ങളിൽ ഈ കൂമന്റെ മുകളില് കേട്ടാൽ അതിനെ കല്ലെടുത്ത് പറപ്പിക്കുന്ന എത്രയോ ഉമ്മമാരെ കണ്ടിട്ടില്ലേ, പ്രായം ചെന്നവരെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കയ്യിലോ ശരീരത്തിലോ പുൽച്ചാടി വന്നിരുന്നാൽ അത് ഹൈറാണ് മക്കളെ. അതല്ലെങ്കിൽ എവിടെയൊക്കെ ജാറത്തിലേക്ക് നേർച്ച നേർന്നിട്ട് നേർച്ചക്കടം കൊടുക്കാത്തതിന്റെ രോഷം തീർക്കാനാണ് ആ മണ്ണട്ട നമ്മുടെ വിരിപ്പിൽ തലേണക്കിടയിൽ ബെഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന എത്രയോ കക്ഷികളില്ലേ? കാക്ക കുറുകിയാൽ മതി, മോനെ നോക്ക് കാക്ക ഏത് ഭാഗത്തേക്കാണ് ഇതിന്റെ വാല് തിരിച്ചു വെച്ചിട്ടുള്ളത്, ആ ഭാഗത്ത് നിന്ന് നമുക്ക് ലൈഫ് ഗസ്റ്റ് വരാനുണ്ട് മോനെ, സാധനം വാങ്ങി കൊണ്ടുവരണം എന്ന് പറയുന്നവരില്ലേ? അതുപോലെ തന്നെ കൈയൊന്ന് ചൊറിഞ്ഞാൽ എന്തോ കിട്ടാനിരിക്കുന്നു എന്ന് പറയുന്നവരില്ലേ? അതുപോലെ തന്നെ കൺപുരികം ചൊറിഞ്ഞാൽ ആരെയോ കാണാനിരിക്കുന്നു എന്ന് പറയുന്നവരില്ലേ? അതുപോലെ തന്നെ ഒരു കാര്യം സംസാരിച്ചു കഴിയുമ്പോ ആ ഉത്തരത്തിലുള്ള അതല്ലെങ്കിൽ റൂഫിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആ പല്ലിയൊന്ന് ചലച്ചാൽ ഒന്ന് ശബ്ദിച്ചാൽ പറഞ്ഞത് സത്യമാണ്, കണ്ടില്ലേ, ഗൗളി ശാസ്ത്രമാണ്, ഗൗളി സമ്മതിച്ചു കഴിഞ്ഞു, അത് നടക്കാനുള്ളതാണെന്ന് പറയുന്നവരില്ലേ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാറെടുത്ത് ഡ്രൈവ് ചെയ്യാൻ ഒരുങ്ങുമ്പോ അതേ അപ്പുറത്തുള്ള കച്ചറ ബോക്സിലെ ഒരു ഭക്ഷണത്തിന്റെയോ മീനിന്റെയോ ഗന്ധം കേട്ടിട്ട് ഒരു പൂച്ചയങ്ങ് വിലങ്ങ് ചാടിയാൽ ഇനി അതിന്റെ നിറം കറുപ്പായി പോയാൽ അതിലും വലിയ ഭീകരമാണ്. അതങ്ങ് വിലങ്ങ് ചാടിയാൽ
പോയാൽ സ്വന്തം കാറ് സൈഡിൽ ഒതുക്കിയിട്ട് പാർക്കിങ്ങിൽ ഇട്ടിട്ട് അതേ ടാക്സിയിൽ പോകുന്ന എത്രയോ ജോലിക്കാരില്ലേ, ചെറുപ്പക്കാരില്ലേ. പുറത്തേക്ക് ജോലിക്ക് ഇറങ്ങിയപ്പോ രാവിലെ തന്നെ കണ്ടത് കാലിക്കൊട്ടയുമായി ഒരാൾ പോകുന്ന കാഴ്ചയാണ്. ഇന്നത്തെ ജീവിതം കാലിച്ചാക്കാണ്, ഇന്നത്തെ ദിവസം കാലിക്കൊട്ട പോലെ ശകുനം പിഴ പിടിച്ച ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര മുടക്കുന്ന കക്ഷികളില്ലേ. യാത്ര ഇറങ്ങിയിട്ട് പാതി വഴിയിൽ എത്തിയപ്പോ അതെ നിങ്ങളെന്തോ മറന്നു വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളോട് പറയാനുണ്ട്, അതല്ലെങ്കിൽ ഉമ്മാക്ക് പറയാനുണ്ട്, ഉപ്പാക്ക് പറയാനുണ്ട്, മക്കൾക്ക് പറയാനുണ്ട്. നിങ്ങളൊരു വഴിക്ക് രാവിലെ തന്നെ ഇറങ്ങിയതാണ്, കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്ക് നിങ്ങളെ തിരിച്ചു വിളിച്ചാൽ ആ വിളിച്ച ഉമ്മയോട് കയർക്കുന്നവരില്ലേ, ഉപ്പയോട് ദേഷ്യം പിടിക്കുന്നവരില്ലേ, ഭാര്യയെ ചീത്ത പറയുന്നവരില്ലേ, മക്കളോട് ദേഷ്യം പിടിക്കുന്നവരില്ലേ. നല്ലൊരു വഴിക്ക് ഇറങ്ങിയിടത്ത് നിന്ന് അത് പൂർത്തിയാക്കാനാകാതെ തിരിച്ചു വിളിച്ചില്ലടാ നീ ഇന്ന് നടക്കൂല ഇനി ഒന്നും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ എന്തിനാ മുസ്ലിമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം നീ എന്തിനു പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്? എന്തിനാ പിന്നെ അത് പറയുന്നത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്തിനു പറയുന്നു? ആ പറയുന്ന ദിക്റിനോട് ആ തവക്കുലിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? ഇതൊക്കെ മുസ്ലിമീങ്ങളാന്ന് പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകളുടെ ഖൽബിന്റെ അകത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളാണ്. ഇതിനൊക്കെ ചികിത്സ എന്തേ ഉള്ളൂ? തവക്കുൽ. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ചൊവ്വാഴ്ചയായാൽ വീട് തുറക്കാൻ പറ്റുമോ? കച്ചവടം തുടങ്ങാൻ പറ്റുമോ? എന്താ അഭിപ്രായം? മുഹറം 10 ഉള്ളിൽ പറ്റുമോ? ഒടുക്കത്തെ ബുധനാണ്, പറ്റുമോ? എന്താ ഇനി വേണ്ടത്? വീട് താമസാക്കനുണ്ട്, ഞാൻ ആ ദിവസം തുടങ്ങാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ആളുകൾ. എന്താ ഒരു ഉറപ്പ് വരാത്തത്? ഈമാൻ ദൃഢമാകണം സുഹൃത്തുക്കളെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബ് വിധിച്ച ഒരു ഖൈർ തടുക്കാൻ ഒരാളെ കൊണ്ടും കഴിയൂല. അള്ളാഹു നിനക്കൊരു ഖൈർ ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫളിനെ തട്ടാൻ ഒരാൾക്കും കഴിയില്ലട്ടോ. ഇനി നിനക്കൊരു ശർറാണല്ലോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ അത് ഒഴിവാക്കാനും ഒരാളെ കൊണ്ടും കഴിയൂല. നീ നിന്റെ റബ്ബിൽ തവക്കുലാക്ക്, അള്ളാഹുവിൽ തവക്കുലാക്ക്, അള്ളാഹുവിൽ തവക്കുലാക്ക്. അതിൽ മാത്രമാണ് രക്ഷ എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോ ഭാഗ്യനിർഭാഗ്യത്തിന് ഈ ഉപയോഗപ്പെടുത്തുന്ന പല സംവിധാനങ്ങൾക്കും എത്രയോ കാലപ്പഴക്കമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നൊക്കെ ഈ സമുദായത്തെ, ഈ സമൂഹത്തെ ശുദ്ധീകരിച്ച മഹാനായ മുത്ത് മുസ്തഫ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള മഹബ്ബത്ത്, അവിടുന്ന് ലോകത്തിന് കൈമാറിച്ചെന്ന ശുദ്ധമായ ആ വിശ്വാസങ്ങൾ അത് പിന്തുടരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ അവര് പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ കുഴപ്പങ്ങൾ കഅബാലയത്തിന്റെ അകത്തുണ്ടാക്കിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? അത് തിരുത്തി കുറിച്ചു. വളരെ കൃത്യമായി തന്നെ കഅബയെ ശുദ്ധീകരിച്ചു. പിന്നെ സുഹൃത്തുക്കളെ, ഇന്നും ആ മഹാനായ പ്രവാചകന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് മഖാം ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താണ് അതിന്റെ അർത്ഥം? മഖാം എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലം എന്നാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള മക്കാമല്ല, ദുർഗ മക്കാം എന്ന് പറയുന്ന ആ മക്കാമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടെ ബാപ്പയും മോനും കൂടെ കഅബ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ ചരിത്രം പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കയ്യെത്തുന്ന ദൂരത്തിന്റെ അപ്പുറത്തേക്ക് ചുമരുകളുടെ പടവങ്ങ് ഉയർന്നപ്പോൾ വാപ്പ പറഞ്ഞു മോനോട്, മോനെ ഒരു കല്ലെടുത്തു കൊണ്ടുവാ. അങ്ങനെ ഒരു കല്ല് കൊണ്ട് വന്നു കൊടുക്കുകയാണ് ബാപ്പക്കതിൽ നിന്ന് കയറി നിന്ന് പടവ് നിർവഹിക്കാൻ. ആ കല്ല് അതിങ്ങനെ ഓരോ ഭാഗത്തും പൂർത്തിയാകുമ്പോ അപ്പുറത്തെ ഭാഗത്തേക്കിടും. അവിടെ പൂർത്തിയാക്കിയാൽ 3-ാമത്തെ ഭാഗത്തേക്കിടും. അതും പൂർത്തിയാക്കി 4-ാമത്തെ ഭാഗത്ത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ നിന്ന് പടവ് നിർവഹിച്ച അതേ കല്ല് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
കഅബാലയത്തിന്റെ വാതിലിന്റെ ഭാഗത്ത് കഅബയോട് ചേർത്ത് തന്നെ അവിടെ അത് വിട്ടേച്ചു പോയി. പണി പൂർത്തിയായപ്പോൾ ആ കല്ല് പോയില്ല, ആ കല്ല് അവിടെ തന്നെ വെച്ചു. അതാണ് മഖാമു ഇബ്രാഹിം. അതിൽ മഹാനവറുകളുടെ കാൽപാദം പതിഞ്ഞ അടയാളമുണ്ടായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ അതിന്മേൽ ആളുകൾ ഇങ്ങനെ തുറന്നു കിടക്കുകയായിരുന്നു. അത് തടവാനോ മുത്താനോ കൽപ്പിക്കപ്പെട്ടിട്ടില്ലാതിരുന്നിട്ട് പോലും ആളുകൾ പലരും അതിന്മേൽ തടവിയിട്ട് അതിന്റെ കാലിന്റെ അടയാളവും വിരലിന്റെ അടയാളമൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് കുറച്ചും കൂടെ അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കഅബയുടെ ചുമരുമായി ചേർന്ന് കിടന്നിരുന്ന ആ കല്ല് കുറച്ചും കൂടെ ബാക്കിലേക്ക് മാറ്റിവെച്ചു. അപ്പൊ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് തോന്നിയപ്പോ അവിടെ നിന്ന് പിന്നെ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് ഒരു കുബ്ബക്കകത്തേക്ക് മാറ്റിവെച്ചു. അതിന്റെയും ശേഷം ഫൈസൽ രാജാവിന്റെ ഭരണകാലത്ത് അത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു പളുങ്ക് കൂടാരത്തിന്റെ ഗ്രിൽസും ഒക്കെ ഇട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ നോക്കിയാൽ താഴേക്ക് കാണുന്ന നിലക്ക് അത് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനെ തൊടലോ മുത്തലോ ചുംബിക്കലോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. മറിച്ച് അത് കഅബയുടെയും തന്റെയും ഇടയിലാക്കിക്കൊണ്ട് നിസ്കരിക്കാനാണ് ഇസ്ലാമിന്റെ കൽപ്പന. ഫത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. അതിലും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗ്രഹത്തിനൊരു പങ്കുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും തെല്ല് അഭിമാനത്തോടു കൂടെ പറയാറുണ്ടായിരുന്നു, എന്റെ ആഗ്രഹത്തിനനുസരിച്ച് 2-3 വഹി ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ഒരു വഹി ഇതായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയും, ഇപ്പൊ തടവാനും മുത്താനും എന്നുള്ളതല്ലോ, എന്നാലും ഇത് ഇടയിലാക്കിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു നിസ്കാരം നടപ്പിലാക്കിയാൽ നന്നായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആഗ്രഹം പറയുമ്പോഴൊക്കെ അള്ളാന്റെ റസൂൽ അന്നായിക്കോട്ടെ നാളെ മുതൽ നടപ്പിലാക്കിക്കോളെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം അള്ളാന്റെ റസൂല് ദീനിന്റെ ഒരു കാര്യം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യൂല, ഓർഡർ കിട്ടണം. നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അള്ളാന്റെ റസൂൽ ഒരു കാര്യം നടപ്പിലാക്കൂല, അള്ളാന്റെ ഓർഡർ കിട്ടണം. ആ ഓർഡർ കിട്ടോളം കാത്തു. കുറെ ദിവസം കഴിഞ്ഞപ്പോ വഹി ഇറങ്ങി. എന്ത്? ഫത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ നിസ്കാരത്തിന്റെ സ്ഥലമാക്കിക്കൊണ്ട് സ്വീകരിച്ചോളൂ. അങ്ങനെ അതിന്റെ ബാക്കിൽ നിസ്കരിക്കൽ സുന്നത്തായി. എത്ര ബാക്കിലേക്കും പോകാം, അതിന്റെ ബാക്കിൽ തന്നെ തിരക്കൂടണ്ട, എത്ര ബാക്കിലേക്കും പോകാം. എന്തേ വേണ്ടു? നിസ്കരിക്കുന്നവന്റെ ഇടക്ക് അത് വരണം എന്ന് മാത്രമേ ഉള്ളൂ. കഅബത്തിന്റെയും അവന്റെയും ഇടയ്ക്ക് ഇത് വരണം. ആ രൂപത്തിൽ ഇസ്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. ഇന്നും നമ്മൾ അവിടെ എത്തുമ്പോൾ മഖാമു ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ അത് ഇന്നും അറിയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ സുഹൃത്തുക്കളെ, ഇസ്ലാമികമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദർശ രംഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഒരുപാട് പാഠങ്ങളാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകൾ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നിസ്കാരത്തിൽ എപ്പോഴും മഹാനവറുകളെ ഓർക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇബ്രാഹിമി മാർഗത്തിലാണ് നമ്മൾ പറയുന്നുണ്ട്. ആ ദിക്ർ ചൊല്ലുന്ന ആളുകൾ എത്ര ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും നിങ്ങളൊക്കെ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ ചൊല്ലേണ്ടുന്ന അദ്കാറു സബാഹ് പ്രഭാത പ്രാർത്ഥനയിൽ അഥവാ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ ഇടക്ക് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദുആ ദിക്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം. അതുപോലെ തന്നെ വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മില്ലത്തി അബീന ഇബ്രാഹീമ അലൈഹിസ്സലാം ഹനീഫൻ മുസ്ലിമൻ മാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായിക്കൊണ്ട് ഞാൻ ഇന്ന് നേരം വെളുത്തു. ഞാൻ ഇപ്പൊ പ്രഭാതത്തിൽ ഞാൻ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ്, അള്ളാന്റെ റസൂലിന്റെ ദീനിലാണ്, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് നമ്മൾ പറയുന്നത്. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം അലാ ദീനിൽ ഇഖ്ലാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൽ പറയുന്നുണ്ട്, ഈ ദീനിലാണ് ഞാനുള്ളത്, ഈ മില്ലത്തിലാണ് ഞാനുള്ളത്. അപ്പൊ നമ്മൾ ആവർത്തിച്ച് നമ്മളോട് ഇങ്ങനെ ചോദിക്കണം, നമ്മൾ ആ രൂപത്തിലാണോ എന്ന് നമ്മൾ പലവരും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ,
അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഭവ ബഹുലമായ ചരിത്രങ്ങൾ കേട്ടുപോയാൽ പോര സുഹൃത്തുക്കളെ, അവരോടുള്ള മഹബ്ബത്തും അവർ നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമിന്റെ ആ സുന്ദരമായ വഴിത്താരയും നമ്മുടെയും ജീവിതത്തിൽ കൊണ്ടുവരാനും നല്ലവരായ ആളുകളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ എപ്പോഴും നിലനിർത്താനും നല്ലവരോടുള്ള സ്നേഹം നല്ലവരോടൊപ്പം സ്വർഗം പങ്കിടാനുള്ള കാരണമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും നന്നായി നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമുക്ക് മോക്ഷം നൽകുമാറാകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.